നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മോളെ ദാ എനിക്ക് വേണ്ടമ്മേ. മൊത്തത്തില് നല്ല ചൂടാ, ഇത് കഴിച്ചേ പറ്റൂ. മതിയമ്മേ. മോളെന്താ ആലോചിക്കുന്നത്? ആരായിരിക്കും നമ്മളില്ലാത്തപ്പോ വന്ന് അവരോട് വഴക്കിട്ട് പോയ പെണ്ണ്? അവര് തല്ലാനാണോ ആളില്ലാത്ത? കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ചാവാതിരുന്നത് ഭാഗ്യം. പക്ഷേ അവര് പറഞ്ഞത് എന്നെപ്പോലെ ഒരാൾ വന്ന് തല്ലിന്നല്ലേ? മോളെ, രണ്ടിനും ബോധം ഉണ്ടെങ്കിലല്ലേ? അതല്ലമ്മേ, എന്റെ ഛായയുള്ള ഒരാള്, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാളായിരിക്കും ഇവിടെ വന്നത്. സീതമ്മയും ശ്രീകുമാറും പറഞ്ഞതും അത് തന്നെയല്ലേ? ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന റാണിയല്ലാന്ന്. ഇനി ആ റാണിയായിരിക്കോ ഇവിടെ വന്നത്? മോളെ, അപ്പോ അവളായിരിക്കോ അമ്മയുടെ? മോളെ, നീ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ മകള് നീ തന്നെയാ, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അമ്മാവൻ വളർത്താൻ ഏൽപ്പിച്ച കുട്ടിയെ സീതമ്മയുടെ കയ്യിലാണ് കിട്ടിയത്. ആ കുട്ടി അവിടെ ഏറ്റവും മോശമായ സാഹചര്യത്തിലാണ് വളർന്നത്. തല്ലും വഴക്കും ആ കുട്ടിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളാണ് ആ കുട്ടിയെന്നല്ലേ അമ്മേ? മതി, ഇനി അതിനെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കണ്ട. മോള് വന്നേ, വാ, സൂക്ഷിച്ച്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എല്ലാം ചെയ്തോളാം. ശരി, പോട്ടെ. ശരി. ഇയാളിന്ന് നേരത്തെ എത്തിയോ? ആഹാ, എത്തിയോ? തനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? നമുക്ക് ഒരുമിച്ച് പോകാറുന്നല്ലോ. തീരെ ചെറിയ കാര്യങ്ങൾക്ക് അജുവേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ആ, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. നടന്നിട്ടാണോ വന്നത്? അല്ല, അതെ, ടാക്സി കിട്ടിയില്ല. ആ, എന്നെ വിളിക്കായിരുന്നില്ലേ? പുറത്ത് ഒരു കാർ നിർത്തുന്ന കണ്ടപ്പോ ഞാൻ കരുതി താനായിരിക്കുമെന്ന്. ഓ, അപ്പൊ ഇയാള് കണ്ടിട്ട് പരീക്ഷിക്കുകയാണ്. ഇപ്പൊ വന്നതല്ലേ? അത് ഞാൻ തന്നെയായിരുന്നു, ഓൺലൈൻ ടാക്സിയില്. അല്ല, താനല്ലേ ഇപ്പൊ പറഞ്ഞത് നടന്നിട്ടാ വന്നതെന്ന്? അതെ, ആദ്യം കുറച്ച് നടന്നു, പിന്നെ വഴിയിൽ വെച്ചേ ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോ ടാക്സി കിട്ടി. ഓ, അങ്ങനെ. അമ്പലത്തിലേക്ക് പോയതാവും അല്ലേ? ആ, അതെ. എങ്ങനെ മനസ്സിലായി? ഈ വീട്ടിൽ നിന്ന് നേരം തെറ്റിയ സമയത്ത് അമ്പലത്തിൽ പോകുന്ന ഒരേ ഒരാൾ താനല്ലേ? ഇന്നാളൊരു ദിവസം നട്ടുച്ചയ്ക്കല്ലേ താൻ അമ്പലത്തിൽ പോയത്? ഉച്ചപൂജ തൊടാനും ആള് വേണ്ട ചേട്ടാ. പിന്നെ 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 ഉറപ്പായിട്ടും വേണം. ഇന്നലെ ഞാൻ തന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രം. അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാണോ? അതെന്താ, ചെയ്യേണ്ട കാര്യമല്ലേ? ഇപ്പൊ തൽക്കാലം അതിന് ആളുണ്ടല്ലോ, ഇല്ലാത്തപ്പോ ചെയ്താ പോരെ. കനകേച്ചി അമ്മ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. പിന്നെ അജുവേട്ടനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ അത് പറ, ഞാൻ ചെയ്തു തരാം, പോരെ? അപ്പോ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ.
തുപ്പി കളയാൻ നോക്ക്. വല്ല പോലീസുകാരും കാണണ്ട. കണ്ട എനിക്ക് പുല്ലാടാ. ആരാ? ആ ദേ അവരാ. എത്തിയോ നോക്ക്. പോവെന്ന് തോന്നുന്നു. അകത്ത് കയറി അവളെ പഞ്ഞിക്കിട്ട് എടുത്തോണ്ട് പോവാൻ പറയണ. ഹലോ സാറേ, ഞങ്ങളിവിടെ എത്തി. ആ കേറിക്കോ. ഞാനും അച്ഛനും അവിടെ ഇല്ല. ശരി സർ. ആ നീ മുദ്രപത്രം കൊടുത്തില്ലേ? ഭായ്, നിങ്ങളുടെ കയ്യിൽ ആ സ്റ്റാമ്പ് പേപ്പർ ഇല്ലേ? ഉണ്ട് സർ. ആ തട്ടിക്കളയും മുൻപ് അവളുടെ വിരലടയാളം ആ മുദ്രപത്രത്തിൽ പതിച്ചിരിക്കണം. ശരി സർ. ആ പിന്നെ ഇതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന് ആരും അറിയരുത്. ഇല്ല സർ. ആ ഓക്കെ. അടാ. ഈ ബുദ്ധി നിനക്ക് നേരത്തെ തോന്നിരുന്നെങ്കിൽ ആ വീടും സ്ഥലവും ഇപ്പൊ ഏതെങ്കിലും സഹകരണ ബാങ്കിലെങ്കിലും പണയം വെച്ച് കാശെടുക്കാനും. ദാ മോളെ, കുറച്ചുകൂടി കഴിക്ക്. മതിയമ്മേ, ഇത്രയും കൂടി കഴിക്ക്. കുറച്ചല്ലേ ഉള്ളൂ. മതിയമ്മേ. ഒരു 2 പേർ കൂടി വിളമ്പി തരാനുണ്ടാവോ? ആരാ നിങ്ങള്? ബഹളം വെക്കേണ്ട പെങ്ങളെ, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഇവളുമായിട്ട് അങ്ങ് പൊയ്ക്കോളാം. പെങ്ങളിരുന്ന് സ്വസ്ഥമായിട്ട് കഞ്ഞി കുടിച്ചോ. അടുത്തേക്ക് വരരുത്. സമയം കളയാതെ അവളെയും പിടിച്ചോണ്ട് വാടാ. അയ്യോ, വാതില് തുറക്കാൻ. മോളെ, വാതില് തുറക്കാൻ. വാതില് തുറക്കാൻ. അമ്മേ, വിട്. അമ്മേ, വിട്. അമ്മേ, വിടോ. ഹലോ, അവളെ കിട്ടിയിട്ടുണ്ട് സാർ. മറ്റാർക്കും സംശയമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സാറേ.